ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പവിത്രം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു പ്രൊമോ നമ്മുടെ വിക്രത്തിനെ നന്നാക്കാൻ ശ്രമിച്ചിട്ട് നമ്മുടെ വേദ ഒടുവിൽ തോറ്റു പോകുന്ന നിമിഷങ്ങളാട്ടോ. വിക്രത്തിനെ എങ്ങനെയെങ്കിലും അടുക്കപ്പടിക്കാൻ നമ്മുടെ വീട്ടുകാരുമായിട്ട് ഒന്നിപ്പിക്കാൻ ശ്രമിക്കും. അപ്പുറത്ത് വീണ്ടും നമ്മുടെ വിക്രം വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നുണ്ട്. ആരൊക്കെയോ തോക്കു ചൂണ്ടി വെടിവെക്കാനൊക്കെ പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ വിക്രം കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ശ്രീജേടത്തി ആ ഒരു വിശ്വേട്ടന്റെ ആ ഒരു കള്ളത്തരമൊക്കെ അറിഞ്ഞു. വിശ്വേട്ടൻ ജോലിക്കെന്ന് പോയിട്ട് ബീച്ചിൽ പോയിരുന്ന് ഫുഡ് കഴിക്കുന്ന കാര്യമൊക്കെ നമ്മുടെ ശ്രീജേച്ചി അറിഞ്ഞിട്ട് ശ്രീജേച്ചി ഭയങ്കര കരച്ചിലാണ്. നമ്മുടെ വിക്രത്തിന്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. എന്നിട്ട് നമ്മുടെ വിശ്വേട്ടനോട് പറയുന്നുണ്ട്, ഞാൻ ഈ കുറച്ചൊരു ദിവസങ്ങളായിട്ട് എന്തൊക്കെ സ്വപ്നങ്ങൾ മെനഞ്ഞുകൂട്ടിന്ന് നിങ്ങൾക്ക് അറിയോ? നമ്മുടെ കൊച്ചുമായിട്ട് താമസിക്കുന്നത് വരെ ഞാൻ എന്റെ മനസ്സിൽ കണക്ക് കൂട്ടി. നിങ്ങൾ എന്നെ ഇത്രയ്ക്കും ചതിക്കാൻ ഞാൻ നിങ്ങളോട് എന്തൊക്കെ ചെയ്തു എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയുന്ന രംഗങ്ങൾ തന്നെയാട്ടോ. അതിനുശേഷം നമ്മുടെ ശ്രീജയെ നമ്മുടെ അമ്മ ആശ്വസിപ്പിക്കുന്ന ഒരു നിമിഷങ്ങളും തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിച്ചത്. ഇതിനിടയിൽ ഈ ബഹളങ്ങൾക്കും ഈ സംസാരങ്ങൾക്കും ഇടയിൽ നമ്മുടെ നന്ദിനിയടുത്തയായിട്ട് നമ്മുടെ വേദ കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നന്ദിനിയടുത്ത് നമ്മുടെ വേദ അടിക്കാൻ കയ്യോങ്ങുന്നുണ്ട്. അപ്പൊ വേദ അത് തടയുന്നുണ്ട്. പിന്നെ അവർ തമ്മിൽ ഒരു വാക്ക് തർക്കം അവിടെ സംഭവിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വേദയും വിക്രമും തമ്മിൽ ഒരു വാക്ക് തർക്കം സംഭവിക്കുന്നുണ്ട്. ഒടുവിൽ നമ്മുടെ വേദയ്ക്ക് ഒരു സഹായി എന്നോണം നമ്മുടെ അച്ഛന്റെ കൂടെ ഇപ്രാവശ്യം ഒരു പുതിയൊരു അതിഥിയും കൂടെ ഉണ്ട്. നമ്മുടെ അച്ഛമ്മയുടെ അടുത്ത് പോയതാണല്ലോ. അപ്പൊ അച്ഛമ്മയും കൂടി നമ്മുടെ അച്ഛന്റെ കൂടെ ഇപ്രാവശ്യം വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ വേദ പറയുന്നുണ്ട്, വിക്രത്തിനെ നന്നാക്കാൻ എന്നെ സഹായിക്കാൻ എനിക്കൊരു എന്റെ കൂടെ ഒരാളെ കൂടെ കിട്ടി എന്നും പറഞ്ഞിട്ടാട്ടോ ഈ ഒരു പുതിയ കഥാപാത്രത്തെ നമ്മൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും മുത്തശ്ശി അടിപൊളി ആയിരിക്കും അല്ലെ? ഇനി നമ്മുടെ മുത്തശ്ശിയുടെയും വേദയുടെയും ആ ഒരു അടിപൊളി രംഗങ്ങൾ തന്നെ ആയിരിക്കോട്ടെ വരാൻ പോകുന്നത്. അപ്പൊ എന്തായാലും മറക്കാതെ കാത്തിരുന്ന് കാണാം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.